ദൈവപുത്രനായ യേശുക്രിസ്തു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. അതുകൊണ്ട് കരുണ ലഭിക്കുവാൻ, തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ നാം ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തു ചെല്ലുക. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്താണ് ഇന്നു പകൽ നാം ചേർത്ത് പിടിക്കേണ്ട വചനം? എന്താണ് ഇന്നു പകൽ നാം മുറുകെ പിടിക്കേണ്ടത്? നമുക്കൊരു മഹാപുരോഹിതനുണ്ട്, ശ്രേഷ്ഠ മഹാപുരോഹിതൻ. പിതാവായ ദൈവത്തിൽ നിന്ന് അകന്നുപോയ നമ്മെ പിതാവിനോട് അടുപ്പിക്കുവാൻ തന്നെത്താൻ യാഗമായി തീർന്ന് തൻ്റെ ശരീരത്തിലെ രക്തം കൊണ്ട് പിതാവിൻ്റെ സന്നിധിയിൽ നമ്മെ നിരപ്പിച്ച നമ്മുടെ മഹാപുരോഹിതൻ, പിതാവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ നമ്മെ യോഗ്യരാക്കിയ യേശുക്രിസ്തു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ തൻ്റെ ജീവിതത്തെ ഒരു യാഗമായി സമർപ്പിച്ചു. നമുക്ക് വേണ്ടി തൻ്റെ സ്വന്തം രക്തത്താൽ ആകാശത്തിൽ കൂടി കടന്നുപോയി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. നമുക്ക് പാപമോചനവും നിത്യജീവനും നൽകി തന്ന മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പ്രിയപ്പെട്ടവരെ, അവൻ നിങ്ങളുടെ നിസ്സഹായാവസ്ഥ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ശക്തിയുണ്ടെന്ന് ദൈവം കാണുന്നുണ്ട്. നിങ്ങൾ തുഴയുന്നത് ദൈവം കാണുന്നുണ്ട്. നിങ്ങളിടയ്ക്കൊക്കെ വീഴുന്നത് ദൈവം കാണുന്നുണ്ട്. ഇന്ന് പകൽ നിരാശപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്, പിന്മാറിപ്പോകരുത്. ദൈവം നിങ്ങളെ സഹായിക്കും. തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ ഇന്ന് പകൽ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്തു ചെല്ലുക. ധൈര്യത്തോടെ അടുത്തു ചെല്ലുക. നിങ്ങൾക്ക് ദീർഘദൂര യാത്രയുണ്ട്. നിങ്ങൾക്കിനിയും മുന്നേറ്റമുണ്ട്. നിങ്ങൾ തളർന്നു കിടക്കേണ്ടവരല്ല. സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കൊരു സ്വസ്ഥത നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു അനുഭവം നമുക്ക് തരാൻ നമുക്ക് മുൻപേ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് നമ്മെ നിരപ്പിച്ച മഹാപുരോഹിതൻ നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാണ്. നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നുണ്ട്. നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങൾ വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. വിശ്വാസത്തിൽ നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. പ്രിയപ്പെട്ടവരെ, ഈ വചനം മാറ്റമില്ലാത്തതാണ്. സുവിശേഷം അത് പൂർണ്ണതയുള്ള സന്ദേശമാണ്. പാപമോചനം നൽകിത്തന്ന സന്ദേശമാണ്. നിത്യജീവൻ നൽകിത്തന്ന സന്ദേശമാണ്. നിങ്ങൾ ഈ വചനത്തെ മുറുകെ പിടിക്കണം. എനിക്കൊരു മഹാപുരോഹിതനുണ്ട്, എന്നെ സഹായിക്കുന്നവൻ, കരുണ കാണിക്കുന്നവൻ, എന്നെ പൂർണ്ണമായും രക്ഷിക്കുവാൻ പ്രാപ്തിയുള്ള ദൈവം. വിശ്വസിക്കുക, ദൈവം നിങ്ങളെ സഹായിക്കും. ഇന്ന് പകലും മുൻപോട്ട് കുതിപ്പാനുള്ള ശക്തി ദൈവം നിങ്ങളിൽ പകരുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മഹാപുരോഹിതൻ പിതാവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്കായി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ഇന്ന് പകൽ എഴുന്നേൽക്കും. നിങ്ങൾ മുൻപോട്ട് കുതിക്കും. ദൈവം നിങ്ങളുടെ കരത്തിൽ പിടിക്കുകയാണ്. പിശാചിൻ്റെ തന്ത്രങ്ങൾ നിഷ്ഫലമാവുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതികൾ നിങ്ങളിൽ ശക്തിയോടെ വെളിപ്പെടുകയാണ്. അതേ, നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. വിശ്വസിക്കുക, വിശ്വാസം മുറുകെ പിടിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.